എല്ലാരും വിഷു ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? ഞങ്ങളിത് ഏകദേശം ഒരു രാവിലെ 4 മണിക്കായിരുന്നു കണി കാണാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അമ്മയാണ് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ എല്ലാരെയും കണി കാണാൻ വേണ്ടി വിളിക്കാറ്. അതിനുശേഷം പിന്നെ ഒരു 1.5 പടക്കം പൊട്ടിക്കലായിരിക്കും. പടക്കൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാ വർഷവും ഞങ്ങൾ വിഷുവിന് നേരെ കുളിച്ച് അമ്പലത്തിൽ പോവാറാണ്. പക്ഷെ ഇത്തവണ എന്തോ നല്ല ക്ഷീണം കാരണം പടക്കൊക്കെ പൊട്ടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി. പിന്നെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകുമ്പോഴേക്കും ഏകദേശം 9 മണി ആയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്പലത്തിലുള്ള കൈനീട്ടൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. കൈനീട്ടം കിട്ടാത്തതിൽ ഇത്തവണ നല്ല സങ്കടമുണ്ട്. ഞാനും ദിയും അമ്മയും ഒരുപോലത്തെ വിഷുക്കോടിയായിരുന്നു. അച്ഛനും വൈറ്റ് തന്നെയായിരുന്നു. അമ്പലത്തിൽ നിന്ന് വഴിപാട് കഴിപ്പിച്ചിട്ട് വെണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് അമ്മേന്റെ വീട്ടിലോട്ടാണ്. ഇത്തവണ വിഷു അമ്മേന്റെ വീട്ടിലാണ്. പിന്നുള്ള ചടങ്ങാണ് കൈനീട്ടം കിട്ടുന്നത്. ഈ കൈനീട്ടം കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഉച്ചയ്ക്ക് എല്ലാരും ഒരുമിച്ചിരുന്ന് ഇലയിട്ട് സദ്യ കഴിച്ച്. ഞാൻ കുറെ കാലമായി ഇതുപോലെ വീട്ടിലുണ്ടാക്കിയ സദ്യ കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പിടി പിടിച്ച്. അതിനുശേഷം ഒരു പായസം കുടിച്ച്. പായസം കുടിച്ചാൽ ഒരു ഉറക്കം മസ്റ്റാണല്ലോ. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഒന്ന് മയങ്ങുമ്പോഴേക്കും ബീച്ചിൽ പോകാൻ വിളിച്ച്. ബീച്ചിൽ പോയാൽ ഇതൊന്നും കഴിക്കാതെ എങ്ങനെയാ? അപ്പൊ കോളിഫ്ലവറും കടുക്ക പൊരിച്ചതും കൂന്തൾ നിറച്ചതും ഉപ്പിലിട്ടതും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ വർത്താനം പറഞ്ഞിരുന്ന് കഴിക്കുകയായിരുന്നു. കോഴിക്കോട് ബീച്ചിലെ ഈയിടെ ഹൈപ്പ് കയറിയൊരു സാധനമാണ് ഈ കൂന്തൾ നിറച്ചത്. പക്ഷെ എനിക്ക് വാങ്ങിയ പൈസക്ക് അത്ര വേർത്തായിട്ട് തോന്നിയിട്ടില്ല. കുറച്ചു നേരം അവിടെയൊക്കെ നടന്ന് കളിച്ച് നല്ലൊരു സൺസെറ്റ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തി ബാക്കി കുറച്ച് പടക്കങ്ങളും കൂടെ പൊട്ടിച്ചിട്ട് വിഷു ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.